Hello guys, welcome to our channel for our family. ഇന്നൊരു അവധി ദിവസമായിരുന്നു. രാവിലെ നമ്മുടെ ഫ്രണ്ട് അനീഷ് ബ്രോ വിളിച്ചിട്ട് ചോദിച്ചു എന്നാൽ നമുക്ക് ഇച്ചിരി പോത്തിറച്ചി വാങ്ങിയിട്ട് വരാം. അപ്പോൾ തന്നെ നമ്മൾ എന്നാൽ പോയേക്കാന്ന് തീരുമാനിച്ചു. മോർണിംഗ് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ അടുത്തുനിന്ന് ഒരു 1 hour ട്രാവലിംഗ് ഡിസ്റ്റൻസ് ഉണ്ട്. പലരും ചോദിക്കുന്നുണ്ടാവും UK എവിടെ നിന്നാണ് പോത്തിറച്ചി കിട്ടണേ. എല്ലായിടത്തും നോർമലി ബീഫ് എന്ന് പറഞ്ഞിട്ട് പശുവിറച്ചിയാണ് ഇവിടെ നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലും എല്ലായിടത്തും അവൈലബിൾ ആണ്. ഇപ്പം നമ്മൾ പോകുന്നൊരു ഫാമിലേക്കാണ്. ഇനിയും നമ്മളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ അവർ ചാനൽ. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നോർത്ത് അലാർട്ടൺ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. അതുള്ളത് നോർത്ത് യോർക്ക്ഷയറിൻ്റെ ഭാഗമായിട്ട് വരും. നമ്മൾ ലീഡ്സിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 1 hour ഡ്രൈവ് ഉണ്ട്. ഈ സ്ഥലം പൊതുവെ യോർക്ക്ഷയറിലുള്ള മലയാളികൾക്ക് സുപരിചിതമായിട്ടൊരു സ്ഥലമാണ്. പിന്നെ അവിടെ പോത്തിറച്ചി മാത്രമല്ല, ഒരുപാട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ അവിടെ അവൈലബിൾ ആണ്. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇത് ആക്ച്വലി അത്യാവശ്യം ദൂരെയുള്ളൊരു സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്ക് എന്നും പോയി വാങ്ങിക്കാൻ പറ്റുന്നൊരു സ്ഥലമല്ല. അപ്പോൾ നോർമലി നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 ഫാമിലീസിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് അവരവർക്ക് എന്തോരമാണ് വേണ്ടത് അത്യാവശ്യം പറഞ്ഞിട്ട് നമ്മൾ ആരെങ്കിലും ഒരാളോ അല്ലെങ്കിൽ 2 പേരോ പോയി ഫ്രീ ഉള്ളപ്പോൾ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങിയിട്ട് വരാറാണ് പതിവ്. ഇപ്പം നമ്മൾ പോകുന്ന സ്ഥലം ഒരുപാട് ചെറിയ ടൗണുകൾ ടച്ച് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ മെയിൻലി ഈ ഏരിയകളിലെല്ലാം ഫാമുകളാണ് കൂടുതലുള്ളത്. ഇപ്പം നമ്മൾ ഫാമിൻ്റെ ഏകദേശം അടുത്തെത്താറായി. ഇത് ബ്രോംപ്ടൺ എന്ന് പറഞ്ഞ ചെറിയൊരു ടൗണാണ്. ആ ഫാമിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു സ്ഥലമാണ്. ഇപ്പം നമ്മൾ ഏകദേശം ഫാമിലേക്ക് തിരിയാണ്. ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നൊരു ബോർഡ് കണ്ടോ, അതാ ഫാമിൻ്റെ പേര് ലാങ്തോൺസ് ബഫലോ ഫാം ഷോപ്പ് എന്നാണ്. ഇവർ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും തന്നെ ഓപ്പൺ ആണ്. മോർണിംഗ് 8 തൊട്ട് ഈവനിങ് 8 വരെ മൺഡേ ടു സാറ്റർഡേ ഉണ്ട്. പിന്നെ സൺഡേസിലും ബാങ്ക് ഹോളിഡേസിലും 10 o'clock തൊട്ട് 4 o'clock വരെ ഓപ്പൺ ആണ്. പിന്നെ നമ്മൾ ദൂരെ നിന്നൊക്കെയാണ് വരുന്നതെങ്കിൽ എപ്പോഴും അവർ വിളിച്ച് ചോദിച്ചിട്ട് വരിക. കാരണം വെച്ച് കഴിഞ്ഞാൽ മീറ്റിൻ്റെ അവൈലബിലിറ്റി എപ്പോഴും ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ വീക്കെൻഡ്സിലൊക്കെ നമ്മൾ ലേറ്റ് ആയിട്ടൊക്കെ വരുവാണെങ്കിൽ ചിലപ്പോൾ അവരുടെ കയ്യിൽ ഇപ്പം നമ്മൾ ചോദിക്കുന്ന ക്വാണ്ടിറ്റി എടുക്കാനുണ്ടാവില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ കിട്ടിയെന്നും വരില്ല. അപ്പോൾ എപ്പോഴും ദൂരെ നിന്ന് വരുന്നവർ വിളിച്ച് ചോദിക്കുക. ഏകദേശം അടുത്തെത്തിയത് ഒരു പന്നിക്കുഞ്ഞൊക്കെ കയറിപ്പോണ്ട് കൂട്ടിലേക്ക്. ഇവിടെ നമ്മൾ റൈറ്റ് സൈഡിൽ തന്നെ കാണാൻ പറ്റുന്ന ഇഷ്ടം പോലെ പോത്തുംകുട്ടന്മാർ അതിനകത്ത് കിടക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഫാം ഷോപ്പിൻ്റെ ലെഫ്റ്റ് സൈഡിൽ പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പാടത്തോടെയൊക്കെ ഇതൊരു പാടം പോലത്തെ ഒരു സ്ഥലമാണ്. അവിടെ ഒരുപാട് പോത്തുംകുട്ടന്മാരിങ്ങനെ മേഞ്ഞ് കിടക്കുന്നതാണ്, ഇഷ്ടം പോലെ കാണാം. ഇപ്പം നമ്മൾ ആ കൂട്ടി കിടക്കുന്ന പോലെ തന്നെ ഇതൊരുപാട് ഏരിയ ഉണ്ട് കേട്ടോ, ഒരുപാട് വലിയ ഏരിയ ആണ്. അപ്പോൾ ഇനി നമുക്ക് ഫാം ഷോപ്പിൻ്റെ ഉള്ളിൽ പോകാം. ഇനി നമുക്ക് ഫാം ഷോപ്പിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ അവർക്ക് ഒരുപാട് ഫ്രഷ് ആയിട്ടുള്ള പൈ വെറൈറ്റീസ് ഒക്കെ ഉണ്ട്. സ്റ്റീക്ക് പൈ ഒക്കെ ഉണ്ട്, അടിപൊളിയാണ്. സ്റ്റീക്ക് പൈ ഞാൻ ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കി, നല്ലതായിരുന്നു. ഇതെല്ലാം മിക്കതും തന്നെ ബഫലോ മീറ്റ് വെച്ചിട്ട്, അതായത് നമ്മുടെ പോത്തിറച്ചി വെച്ചിട്ട് തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇവിടെയൊക്കെ ഓൾറെഡി കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതെല്ലാം പന്നിയുടെ പാർട്സാണ്, ലൈക്ക് അവർ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതെല്ലാം വാക്യൂം പാക്ഡ് ആണ്. സോ അത്യാവശ്യം ഷെൽഫ് ലൈഫ് ഉള്ള, നമ്മൾ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ഷെൽഫ് ലൈഫ് ഉള്ള പ്രൊഡക്ട്സ് ആണ്. പിന്നെ ഇങ്ങോട്ട് പോകുന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ പോത്തിറച്ചിയുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇടയ്ക്ക് ഇവിടെ മാനിറച്ചിയൊക്കെ വരാറുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് മലയാളികളെ മീറ്റ് ചെയ്യും കേട്ടോ. നമുക്കിവിടെ പോത്തിറച്ചി കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലോട് കൂടിയും അല്ലാണ്ടും ഒക്കെ കിട്ടും. രണ്ടും പ്രൈസ് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ എല്ലോട് കൂടിയാണെങ്കിൽ ഏകദേശം ഒരു 2 pound കുറവുണ്ട്. ഞാൻ പോയെന്ന് 7.90 അത്രയും കണ്ടുവരുന്നു. മീറ്റ് മാത്രമായിട്ടാണെങ്കിൽ
9 സംതിങ് 10 പൗണ്ടിനടുത്ത് വരും. ഓൾമോസ്റ്റ് സിമിലർ നമുക്ക് ഈ പറഞ്ഞ സൂപ്പർ മാർക്കറ്റുകളിൽ ബീഫ് കിട്ടുന്ന സിമിലർ പ്രൈസ് റേഞ്ചിൽ തന്നെയാണ്. പക്ഷേ ഇത് നമുക്ക് നമ്മുടെ നാടൻ ടൈപ്പ് പോത്തിറച്ചി കിട്ടും എന്നൊരു മെച്ചമുണ്ട്. പിന്നെ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എത്ര കിലോൻ്റെ പോർഷൻസ് ആണോ ആ പോർഷൻസ് അവർ കറക്റ്റായിട്ട് വാക്യൂം പാക്ക് ചെയ്ത് തരും. പിന്നെ ഇവിടെ നമുക്കൊരു ഇന്ത്യൻ സ്റ്റോറിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ഫുഡ് ഐറ്റംസ്, നമ്മുടെ പൊടികളും അച്ചാറുകൾ, പിന്നെ സ്നാക്സും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ഉണ്ട്. പിന്നെ ഫ്രോസൺ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് അവൈലബിൾ ആണ്. എന്തിന് കപ്പ, ചക്ക, പഴം ഇതെല്ലാം അവൈലബിൾ ഉണ്ട് ഇവിടെ. പിന്നെ കമ്പയർഡ് ടു ലീഡ്സ് ഇവിടെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ചില സാധനങ്ങൾക്ക് സ്ലൈറ്റ്ലി വില കുറവുണ്ട്, ചില സാധനങ്ങൾക്ക് ഓൾമോസ്റ്റ് സിമിലർ പ്രൈസസുമാണ്. പിന്നെ നമ്മളിവിടെ വരുമ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കും, എന്തെങ്കിലും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ പർച്ചേസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. കാരണം ഇത് ഒരുപാട് ദൂരെയാണ് ലീഡ്സിൽ നിന്ന്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. ഓൾസോ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ ബൈ.